നിങ്ങൾ ഒരിക്കലും ഫ്ലൂട്ടിലോട്ട് നോക്കരുത് കേട്ടോ. ഈ പാ എന്നുള്ള സൗണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഈ രീതിയിൽ പഠിച്ചാൽ. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മാസം തികച്ച് വേണ്ട സരിഗമ പഠിക്കാൻ. അപ്പോൾ നമ്മുടെ പുതിയൊരു ഫ്ലൂട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ മാറ്റു പാ, മായും പായും, ഇത് രണ്ടും ഒന്നല്ലോ പാട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് റെഡിയുണ്ട്. നിങ്ങൾ സരിഗമ പഠിക്കുന്നതിന് മുമ്പേ ഇത് പഠിച്ചിട്ട് സരിഗമ പഠിക്കാം, അല്ലെങ്കിൽ സരിഗമയുടെ കൂടെ തന്നെ ഇത് പഠിക്കാം. കുറച്ച് എളുപ്പമുണ്ട്. മാ പഠിക്കാനാണെങ്കിലും പാ പഠിക്കാനാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫിംഗർ വെക്കണത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ മാ എന്ന് പറഞ്ഞ സൗണ്ട് വരുത്തണമെങ്കിൽ ഈ ഫിംഗറിൻ്റെ ഇത്രേ തുറക്കാവൂ, ഉണ്ടല്ലോ, ഇത്രേ തുറക്കാവൂ. അപ്പം നിങ്ങൾ ഈ കൈ ഇതിനകത്തുനിന്ന് എടുക്കരുത്. വലിയ മാ വരുമ്പോൾ ഉള്ള പാട്ടുകളിൽ മാത്രമേ ഇതെടുക്കാവൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് അല്ല ഇങ്ങനെ ആക്കാനേ ഉള്ളൂ, പൊക്കരുത്. ഇങ്ങനെ നാക്കുക, ഇത്രയേ ഉള്ളൂ മാ. ഇത് പാടാമോ? ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അവരിൽ മാത്രം ഇപ്പം സാ രി ഗ ഏറ്റവും അവസാനത്തെ ഒരു ഫിംഗർ ഇല്ലയോ, അപ്പോൾ അത് പൊക്ക എളുപ്പമാണ്. ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. കൈ എവിടെ നിന്ന് എടുക്കണ്ട, ഇങ്ങനെ എടുക്കരുത്. സാ രി ഗ മ, ഇത്രയും മതി. ഏകദേശം പകുതിയോളം തുറന്നാൽ മതി. മാ എന്നുള്ള സൗണ്ട് കിട്ടും. അതൊരു പാടുമില്ല. നിങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പഠിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് പാടില്ല. കൈ ഫ്ലൂട്ടിൽ നിന്ന് എടുക്കരുത്. അവിടെ വെച്ച് തന്നെ അതിൻ്റെ തുമ്പ് മാത്രം ജസ്റ്റ് നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി പാ പഠിക്കാനാണെങ്കിൽ വേറെ നല്ലൊരു ട്രിക്കുണ്ട്. നിങ്ങൾ സാ രി ഗ മ, മാ കഴിഞ്ഞിട്ട് പാ ഇങ്ങനെ കൊണ്ട് അടയ്ക്കേണ്ടത് ഫുള്ള്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ വരത്തില്ല. അത് നമുക്ക് വേറെ ഐഡിയ ഉപയോഗിക്കാം. ആദ്യം സായിന്ന് തുടങ്ങുക. ഓക്കെ, ആ പറഞ്ഞതിലോട്ട് ഫിംഗർ വെച്ചതിന് ശേഷം തള്ളാറിൽ അടി വെക്കുക. അല്ലാതെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഫിംഗർ കൊണ്ട് വെക്കാൻ നോക്കരുത്. ഫിംഗർ ആദ്യം വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ കൈ അങ്ങോട്ടാന്നോ ഇങ്ങോട്ടാന്നോ പോകുന്നതെന്ന് നോക്കിയതിന് ശേഷം ഫിംഗർ വെക്കുക. എന്നിട്ട് തള്ളവരുടെ അടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ പൊക്കിയാലും കറക്റ്റ് അവിടെ വരത്തുള്ളൂ. ഇതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് പൊക്കി തന്നെ വെക്കുക. ഇതുപോലെ കൈ ഇങ്ങനെ പൊക്കി തന്നെ വെക്കുക. ഇങ്ങനെ മാറ്റരുത്. ഫ്ലൂട്ടിൽ തന്നെ ഇങ്ങനെ കൈ വെക്കുക. ഓക്കെ, സാ വായിക്കുക. നമ്മൾ സാ വായിച്ചതിന് ശേഷം പെതുക്കെ കൊണ്ട് വെക്കുക. ഹൈ പിച്ച് വേണമെന്നില്ല, നിങ്ങൾ ലോ പിച്ച് വായിച്ചാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ പിച്ച് വായിക്കാം. സാ പാ വരുമ്പോൾ ഹൈ ആവും. എൻ്റെ ഫ്ലൂട്ടിലൊരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ പാ പിടിക്കുന്ന സമയത്ത് എൻ്റെ അവസാനം ഒരു ഹോളുണ്ട്, കാണാമല്ലോ, ട്യൂണിങ് ഹോൾ എന്നാട്ടോ അതിന് പറയുന്നത്. എൻ്റെ വിരൽ അതിൽ ചെന്ന് മുട്ടുക, അപ്പോൾ സൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്യൂണിങ് ഹോൾ ഫ്രണ്ടിലുള്ള ഫ്ലൂട്ട് നോക്കി മേടിക്കുക, അല്ലെങ്കിൽ ട്യൂണിങ് ഹോൾ അടിയിൽ വരുന്ന ഫ്ലൂട്ട് നോക്കി മേടിക്കുക. എൻ്റെ ഫിംഗറിലൂടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഈ കൈ ഇതിനകത്ത് വന്ന് മുട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫിംഗർ കുറച്ച് ലാസ്റ്റ് ഫിംഗർ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. എനിക്കൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സാപ്പ എന്നാണ് വായിച്ചത്. ഓക്കെ, ഇത് കുറച്ച് നേരം ഒന്ന് നോക്കുക, കിട്ടും, സാപ്പ കിട്ടും. ഓക്കെ, അത് കഴിയുമ്പോൾ സായിന്ന് രീതിയിലോട്ട് വരിക, രീപ്പാന്ന് വായിക്കുക. ഒരുമിച്ചിടണം കേട്ടോ, ഇങ്ങനെ 4 വെള്ളം. പിന്നെ രീപ്പ് കഴിഞ്ഞിട്ട് ഗാപ്പ വായിക്കുക. ഏറ്റവും അവസാനം മ. അപ്പം നമുക്ക് ഈ പാ എന്നുള്ള സൗണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഈ രീതിയിൽ പഠിച്ചാൽ. സാപ്പ, രീപ്പ,
ഗാപ്പ മാപ്പ. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സരിഗമയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം സരിഗമ പഠിക്കുക. ഓക്കെ, എന്നിട്ട് സരിഗമ സ്പീഡിലാക്കുക. ആരോഹണവും അവരോഹണവും നല്ല ഒരു സ്പീഡിലാക്കിയതിന് ശേഷം ഞാൻ കൊടുത്ത ആ ഒരു നോട്ടുണ്ടല്ലോ, സരിഗ റിഗമ, ആ ഒരു നോട്ട് സ്പീഡിൽ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫിംഗർ നല്ല സ്പീഡാവും. ഇത് രണ്ടും പഠിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ പഠിപ്പിച്ച ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു പാട്ട് പഠിക്കുക. ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞ് തന്നിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പാ 2 ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പാ എന്ന ഇത് 2 ഉണ്ടോ എന്ന്. പാ 2 രീതി പിടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ഞാൻ വിട്ടുപോയതാണ്. പാ 2 രീതിയിൽ പിടിക്കാൻ പറ്റും. നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്താലും പാ എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഇനി ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫിംഗർ തുറന്നാലും പാ എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഇത് തുറന്നാൽ പാ എന്നുള്ള സൗണ്ട്, അടച്ചാലും പാ തന്നെ. ടോണൊന്നും വ്യത്യാസം വരത്തില്ല. ടോണിനൊരു ചേഞ്ച് വരത്തില്ല. ഈ ഹൈ പിച്ച് പിടിക്കുന്ന ഒരു സംഭവം കൂടെ പറയാം കേട്ടോ. ഹൈ പിച്ചാണ് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ പ്രഷർ കൊടുത്താൽ ഊതുന്നെങ്കിലും അതൊരു പോയിൻ്റ് രീതിയിലായിരിക്കണം. ഒരു പോയിൻ്റ് രീതിയിൽ, അതാണ് ഹൈ പിച്ച് വരുന്നത്. അല്ല നമ്മൾ ഇങ്ങനൊന്നും ഊതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനൊന്നും അല്ല ഊതുന്നത്. നമ്മൾ ചുണ്ട് കറക്റ്റായിട്ട് വെക്കുക. ചെറിയ എന്നുവെച്ചാൽ ഒരു പോയിൻ്റ് രീതിയിൽ ശ്വാസം അതിനകത്ത് വിട്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ ഊതരുത്. ഇതൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ തന്നെ പഠിച്ചതാണ്. വേറെ ആരും ഒരു ചാനലിനകത്തും പറഞ്ഞു തരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹൈ പിച്ച് ഊതുന്ന സമയത്ത് നിങ്ങൾ ആ പ്രഷർ, ഊതുന്ന പ്രഷർ കറക്റ്റ് ഒരു പോയിൻ്റ് രീതിയിൽ വിടുക. നമ്മൾ സാധാ ഊതുമ്പം ഇങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും. ഈ ചുണ്ടിൻ്റെ ആ ദ്വാരം വരുന്നത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടായിരിക്കും നമ്മൾ ഊതുന്നത് നോർമലി. ഹൈ പിച്ചിലോട്ട് കയറുമ്പോൾ, അല്ല ഹൈ പിച്ച് കൂട്ടിയ സമയത്ത് ആ പ്രഷർ പോയിൻ്റ് ആക്കുക. ഇച്ചിരി ബ്രീത്തിൻ്റെ ഇത് കൂടുതലായിരിക്കും ആ സമയത്ത്. എന്ന് ഊതുമല്ല ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഊതുമല്ല ചെയ്യുന്നത്. നോക്കി, ഇതിപ്പോൾ നോക്കിയോ, ഒരേ സാധനം ലോ പിച്ച് ഹൈ പിച്ച് ഒറ്റ രീതി പാടാൻ പഠിക്കണം നിങ്ങൾ. അത് ഇങ്ങോട്ട് വായിക്കണം. അപ്പം ഹൈ പിച്ചും പഠിക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മാസം തികച്ച് വേണ്ട സരിഗമ പഠിക്കാൻ. അതെനിക്ക് ഉറപ്പാണ്. ഈ രീതി പഠിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസമൊന്നും വേണ്ട ഈ സരിഗമ പഠിച്ചെടുക്കാൻ. ആ സരിഗമ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും ഫ്ലൂട്ടിലോട്ട് നോക്കരുത് കേട്ടോ. സാ ഇതാ അല്ലെങ്കിൽ രീ ഇതാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും അവർക്ക് വലത് കൈയുടെ അവിടെ നിന്ന് വരുന്നത് സരിഗമയാണ്. ഈ കൈ വരുന്നത് പദനിസയാണ്. അത്രയേ ഉള്ളൂ. ഇവിടുന്ന് വരുന്ന സരിഗമയും ഇവിടുന്ന് വരുന്ന പദനിസയും. ഇത് മനപ്പാടമാക്കുക എന്നുള്ളതാണ്. മനപ്പാടമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫിംഗറിലോട്ട് നോക്കേണ്ടി വരത്തില്ല. ഫിംഗർ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരത്തുള്ളൂ ഫിംഗർ. അപ്പം അത് പഠിച്ചതിന് ശേഷം സരിഗമ നല്ല സ്പീഡിലാക്കുക. നല്ല സ്പീഡിൽ സരിഗമയാക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തന്ന ബാക്കിയുള്ള കാര്യം കൂടെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നോക്കാൻ പറ്റും. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ നോക്കണമെന്നൊരു നിർബന്ധമില്ല. മറ്റുള്ള ചാനലിൽ പറയുന്ന കാര്യങ്ങളൂടെ നിങ്ങൾ നോക്കുക. ഇങ്ങനെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചിലപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും നല്ല അറിവുള്ളവരൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുക. എൻ്റെ മാത്രം കാണാനെന്ന് ഞാൻ പറയത്തില്ല. അപ്പം ഞാനിങ്ങനെ പഠിച്ചത് ഒരു ചാനലിൽ നിന്നുമല്ല. അറിയാവുന്ന എല്ലാ ചാനലും കയറി നോക്കും. അവർ പറയുന്ന പുതിയ ടെക്നിക്കുകൾ, നാക്ക് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളുണ്ട്.
ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തത്, നിങ്ങളത് ഉറപ്പായിട്ട് നിങ്ങൾ കാണും. ചിലപ്പം ഞാനത് പറഞ്ഞുള്ള ചില കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാൻ പഠിച്ചതിനെക്കാട്ടിലും. കാരണം ഞാൻ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ കാണണം. ഇപ്പം ഈ അടുത്തൊരു ദിവസമാണ് നമ്മുടെ ഒരു വീഡിയോ 1 മില്യൺ കയറിയത്. ഫോളോവർ അല്ല കേട്ടോ, വ്യൂസ് കയറിയത്. ഷോർട്ടാണ്. അതിൻ്റെ ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ട്, ഷോർട്ടും ചെയ്തിട്ടുണ്ട്. ഷോർട്ട് പക്ഷേ 1 മില്യൺ കയറി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വീഡിയോ 1 മില്യൺ കയറുന്നത്. അതുപോലെ നമുക്കിപ്പം ഏകദേശം 14,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്താണ് ഇച്ചിരി സ്പീഡിലോട്ടാവാൻ തുടങ്ങിയത്. ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. ഒരു കുറേ മാസമോ വർഷമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ട് നിന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.